ഇന്ന് ആണ്ടുവട്ടം 22-ാം ഞായർ. ഒന്നാം വായന നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് അധ്യായം 4 പ്രധാന വാക്യം 7. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്രയും അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. രണ്ടാം വായന വിശുദ്ധ യാക്കോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 1 പ്രധാന വാക്യം 22. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. സുവിശേഷം വിശുദ്ധ മർക്കോസിൻ്റേത് അധ്യായം 7 ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി. വിഷയം ശുദ്ധിയും അശുദ്ധിയുമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു അത്രേ ഇന്നത്തെ സുവിശേഷം പ്രതിപാദിക്കുന്നു. ശുദ്ധത വിശുദ്ധിയുടെ പര്യായമാണ്. രണ്ട് കാര്യങ്ങളാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ വ്യക്തമാക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കരുത്. ദൈവത്തിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങളും മാനദണ്ഡങ്ങളും ആരുടെ മേലും അടിച്ചേൽപ്പിക്കരുത്. നമ്മുടെ ചിന്തകളുടെ ആന്തരികത ദൈവത്തിന് കൊടുക്കരുത്. 2, ശുദ്ധമോ അശുദ്ധമോ ആയ വസ്തുക്കളൊന്നുമില്ല. പക്ഷേ ശുദ്ധമോ അശുദ്ധവുമായ ഹൃദയങ്ങളുണ്ട്. പുറത്തല്ല ശുദ്ധിയും അശുദ്ധിയുമുള്ളത്, അത് അകത്താണ്. ഉള്ളം ശുദ്ധമാണോ എങ്കിൽ എല്ലാം ശുദ്ധമായിരിക്കും. ഹൃദയം ശുദ്ധമാണോ എന്നാൽ ജീവിതം ധന്യമായിരിക്കും. നമ്മൾ അനുവദിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ പുറത്തു നിന്നും ഒരു തിന്മയ്ക്കും നമ്മിൽ പ്രവേശിക്കാൻ കഴിയില്ല. ശരീരത്തിന് പുറത്തുള്ള ഒന്നും നമ്മെ അശുദ്ധരാക്കില്ല. അവ ഭക്ഷണമായാലും ബന്ധമായാലും സമ്പർക്കമായാലും ശരി. ബാഹ്യതയല്ല ആന്തരികതയാണ് ആത്മീയതയിൽ പ്രാധാന്യം. ഹൃദയം ശുദ്ധമാണോ എങ്കിൽ എല്ലാം വിശുദ്ധമാണ്. അപ്പോൾ വേണ്ടത് എന്താണ്? ഒരു കാര്യം മാത്രം മതി: വിവേചന അധികാരം. എന്താണ്? എന്നേക്കും നിലനിൽക്കുക. അത് കർത്താവിൻ്റെ വചനം മാത്രമാണ്. വിശുദ്ധ യോഹന്നാൻ പറഞ്ഞ പോലെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. കർത്താവിൻ്റെ വചനത്തെ വിവേചിച്ചറിയുക, അതനുസരിച്ച് ജീവിക്കുക. നമ്മുടെ ജീവിതം ധന്യമാകും, അനുഗ്രഹപ്രദമാകും. നമ്മുടെ കർത്താവ് ശിംശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.